Hello, welcome back to the 10th and final episode of our Kerala to Kashmir trip. അങ്ങനെ പഹൽഗാമിൽ പോയി പഹൽഗാമിൽ എല്ലാ സംഭവങ്ങളും കണ്ട് അവിടെ നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും പുൽവാമയിലെ മുദസ്സിറിന്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ഞാൻ പഹൽഗാമിൽ തിരിച്ചെത്തിയതും അവൻ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയതും ഒരേ സമയത്താണ്. അപ്പൊ മുദസ്സിർ പറഞ്ഞു എന്തായാലും നമുക്കൊരു ചായ ഒടിച്ചിട്ടാവും ബാക്കിയെന്ന്. അവന്റെ വീട്ടിലുള്ള എല്ലാവരും ഏതോ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അവന്റെ ഏതോ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടി പോയ കാരണം വീട്ടിൽ ആരുമില്ല. അപ്പൊ അവൻ തന്നെയാണ് ചായ ഉണ്ടാക്കി തരുന്നത്. What about the smoke? Is there a connection? I mean, behind chimney or something? Yeah, chimney there. അപ്പോൾ അതാണ് അടുപ്പും സംഗതികളൊക്കെ. ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവരെല്ലാവരും വീട്ടിൽ കിച്ചണിൽ ഇതുപോലെ നല്ല ഒരു അറേബ്യൻ സ്റ്റൈൽ മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. അതേ സ്ഥാനത്ത് വല്ല ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരു ഡൈനിങ് ഏരിയയിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലോ കൊടുക്കും. അങ്ങനെ മുദസ്സിർ ഉണ്ടാക്കിയ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഞാനും മുദസ്സിറും പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ വേറെ ഫ്രണ്ടായിട്ടുള്ള ഇഷ്ഫാഖിന്റെ വീട്ടിലാണ്. ഇവരുടെ രണ്ടുപേരുടെയും വീട് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, വളരെ അടുത്ത് തന്നെയാണ്. ഇഷ്ഫാഖ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ജൂനിയർ ആയിട്ടുള്ള മുനസ് തന്നെയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ പോവാണ്. ഞാൻ വന്നു കഴിയുമ്പോൾ തന്നെ ഇഷ്ഫാഖ് എല്ലാ വീട്ടിലെയും പോലെ പൊതുപ്പായിട്ട് എത്തിയിട്ടുണ്ട്. How did you bring it like that? ഇതിലെ മുന്നേയുള്ള 1-2 എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മുദസ്സിറിന്റെ വീട്ടിൽ വന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതൊരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ ആദ്യം വന്നിരിക്കുമ്പോൾ നമ്മുടെ മടിയിൽ ഒരു പുതപ്പോ മറ്റോ കൊണ്ടു തന്നിട്ട് അതിൽ അവരെന്ത് ചെയ്യും, നട്ട്സ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള സംഗതികൾ കൊണ്ടു തരും ആദ്യം. Mama was asking me to give us the ball back. I told her, no, I will not give. That's why I understood. Papa said something she was saying. So here you people call it as kahwa, right? Okay, there it is kawa. Kawa, yeah. Yeah, but and even the taste is also different, entirely different. You So, take milk kawa kahwa. powder. What is it called? Patisa. This is sweet. Made with? അങ്ങനെ ഇഷ്ഫാഖിന്റെ വീട്ടിൽ നല്ല അടിപൊളി കശ്മീരി കഹ്വയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇഷ്ഫാഖിന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് നിർബന്ധിച്ചു. അവരുടെ ഹോസ്പിറ്റാലിറ്റി കണ്ടിട്ട് സത്യം പറഞ്ഞ് അവിടുന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഡിന്നർ എനിക്ക് നുസ്രത്ത് ഓൾറെഡി അവളുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡിന്നറും അതുപോലെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണതും നുസ്രത്തിന്റെ വീട്ടിലാണ്. അങ്ങനെ പുൽവാമ ടൗണൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ നേരെ നുസ്രത്തിന്റെ വീട്ടിലെത്തി. അങ്ങനെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവർ രണ്ടുപേരും തിരിച്ചുപോയി. അപ്പോൾ ഇനിയുള്ള 2 ദിവസം ഞാൻ നുസ്രത്തിന്റെ വീട്ടിലാണ് ഉണ്ടാവാൻ പോവുക. നുസ്രത്തിന്റെ വീട്ടിൽ ഞാൻ ചെന്നിറങ്ങിയപ്പോൾ ഒരു പെരുന്നാളിന്റെ പ്രതീതിയായിരുന്നു. കാരണം മുദസ്സിറിന്റെ വീട്ടിലാണെങ്കിലും വലിയ ആളും ബഹളമില്ല, ഇഷ്ഫാഖിന്റെ വീട്ടിലാണെങ്കിലും അവനും വൈഫും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് നുസ്രത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ നുസ്രത്തിന്റെ ഉപ്പ, ഉമ്മ, അവളുടെ ഇക്കാടെ വൈഫ്, ഞാൻ വരുന്ന കാരണം അവളുടെ ഇത്താത്തയും അളിയനും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് കാരണം നല്ല രസമായിരുന്നു ഇവിടെ. ചെന്നിരുന്ന് കുറച്ച് സംസാരിച്ചപ്പോൾ നുസ്രത്ത് പറഞ്ഞു നിനക്ക് എന്തായാലും വിശക്കുന്നുണ്ടാവും അറിയാം, ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം. It has a name. Mutton curry. Nahi, it is normal. Normal. This is chicken. Okay. This is paneer. This is rista. Okay, This is yakhni. This is kebab. Sea kebab. അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് നുസ്രത്തും ഞങ്ങളെല്ലാവരും കൂടെ അവരുടെ തോട്ടങ്ങളും മറ്റും കാണാൻ വേണ്ടി പോയി. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കാം. അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ പോണത് ഗുൽമർഗിലാണ്. നുസ്രത്തിന്റെ വീട്ടിൽ നിന്ന് ഗുൽമർഗിൽ പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഏതോ ഒരു കസിന്റെ ഒരു ടാക്സി എനിക്ക് അവളുടെ ഒപ്പം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ഞാനിപ്പോൾ ഗുൽമർഗിൽ പോകുന്നത്. എന്റെ കൂടെ ഈ ഡ്രൈവർ മാത്രമല്ല, ആളുടെ ചെറിയൊരു മോളും ഉണ്ട്, പിന്നെ ആളുടെ ഒരു കസിൻ ബ്രദറും ഉണ്ട്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഞാനിവിടെ കശ്മീർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മോളുമായിട്ട് എനിക്ക് ഇതുവരെ ഗുൽമർഗ് പോകാൻ പറ്റിയിട്ടില്ല എന്നാണ്. അപ്പൊ ആള് പറഞ്ഞു ഇന്നലെ രാത്രി നുസ്രത്തിന്റെ ഉപ്പ വിളിച്ച് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ ഒരു ബയ്യനെ നമുക്ക് ഗുൽമർഗിൽ ഡ്രോപ്പ് ചെയ്യാനുണ്ട്, അപ്പൊ പോകുമ്പോൾ നീയും കൂടെ പോരേന്ന് പറഞ്ഞ് ഞാൻ അവളെയും കൂടെ കൂട്ടിയതാണെന്ന് പറഞ്ഞു. സംഗതി പുൽവാമയിൽ നിന്ന് ഗുൽമർഗിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, ഒരു 80 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. പുൽവാമയിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് തൊട്ട് ഞാൻ ഈ ഹൈവേയിൽ കാണുന്നത് മിലിറ്ററിയുടെ കോൺവോയ് മാത്രമാണ്. ഈ ഒരു ഹൈവേയിൽ നിങ്ങൾക്ക് സിവിലിയൻസിന്റെ വണ്ടികൾ കാണുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെയായാലും മിലിറ്ററിയുടെ വണ്ടികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പുൽവാമയിൽ നിന്ന് ഏകദേശം 10-35 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിപ്പോൾ എത്തിയിട്ടുള്ളതാണ് 3 ഡിസ്ട്രിക്ട് ക്രോസ് എന്ന് പറഞ്ഞ ഈ സ്ഥലം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകുമ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ഗുൽമർഗിലാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഇവിടുന്ന് നേരെ പോകുമ്പോൾ ആ റോഡ് പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ബോർഡർ ആയിട്ടുള്ള ഉറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2016 ഉറിയിൽ നടന്ന അറ്റാക്കിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പാകിസ്ഥാനിലുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പിൽ കുറച്ച് പേര് വന്ന് ഇന്ത്യയിലുള്ള ഉറിയിലെ ഒരു മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്
റോബേഴ്സ് അറ്റാക്ക് ചെയ്യും. അവിടെ ഒരു 19 പേര് മരണപ്പെടുകയും ചെയ്തു. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തി. അവിടുന്ന് 11 ദിവസത്തോളം കഴിഞ്ഞ് ഇന്ത്യ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഏകദേശം 150ഓളം വരുന്ന തീവ്രവാദികളെ പാകിസ്ഥാനിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ വിക്കി കൗശലിന്റെ ബോളിവുഡ് മൂവി ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് 2019 റിലീസായ മൂവി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരുവിധം പിക്ചർ മനസ്സിലാവും. അപ്പൊ ഇതാണ് ഹുസൈൻ ഭായ്, ആളുടെ മോളും പിന്നെ അതുപോലെ കസിനും. ഡ്രൈവർ ഹുസൈൻ ഭായ് പറഞ്ഞു നമ്മൾ പിന്നെ ചുരം കയറാൻ പോവാണ്, അപ്പൊ എന്തായാലും ഭായ് ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ കാരണം എന്നാൽ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഹുസൈൻ ഭായ് അവിടെ നിന്ന് എനിക്ക് ഒരു ഗൈഡിനെ സെറ്റ് ചെയ്ത് തന്നു. പുറകിൽ ഈ രണ്ടാമതായിട്ട് നടന്നു വരുന്ന ആളാണ് എന്റെ ഗൈഡ്. എന്നെ ഗുൽമർഗിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹുസൈൻ ഭായ് തിരിച്ചു പോകും. അപ്പൊ എനിക്ക് അവിടെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഒരു ഗൈഡിന് അത്യാവശ്യമായതുകൊണ്ട് എന്തായാലും ആളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ജാക്കറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ബൂട്ട്സ് സ്നോ ബൂട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച് ഭക്ഷണം കഴിച്ച് ആ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബൂട്ടും ജാക്കറ്റൊക്കെ റെന്റ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ വലിയ ജാക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സ്നോ ബൂട്ട് ഇല്ലാത്ത കാരണം അത് എനിക്ക് അവിടെ നിന്ന് റെന്റ് ചെയ്യേണ്ടി വന്നു. അത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 600-800,000 ആ റേഞ്ചിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ജാക്കറ്റും നിങ്ങളുടെ ബൂട്ടും കൂടെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഈ മലകൾ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ച ദൂരെ നിന്ന് കാണാണ്ടായിരുന്നു. ചുരം കയറി തുടങ്ങിയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയത്. ഓരോ ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞ് വരുമ്പോഴും റോഡിന്റെ രണ്ട് സൈഡിലും മഞ്ഞിങ്ങനെ കൂടി കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പൈൻ മരങ്ങളുടെ പച്ചപ്പും അതുപോലെ മഞ്ഞും അത് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ ഒരുപാട് സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെ പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നതിലും വലിയ തെരപ്പി വേറെ ഒന്നുമില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ ആവും. അതുപോലെ നിങ്ങൾ ഗുൽമർഗിൽ വരുമ്പോൾ പ്രധാനമായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലമാണ് ടങ് മാർഗ്. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സ്ഥലത്ത്, അതായത് ഗുൽമർഗ് ഭാഗത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് റോഡ് പോകും. ആ റോഡ് നേരെ പോയാൽ കിട്ടുന്ന സ്ഥലമാണ് ടങ് മാർഗ്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോസൺ വാട്ടർഫോൾസും അങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അവിടുത്തെ ഫോട്ടോസ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇത്തവണ എനിക്കത് മിസ്സായി. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വരുമ്പോൾ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചയൊക്കെ കണ്ട് ചുരമൊക്കെ കയറി ഞാനിതാ ഗുൽമർഗിലെത്തി. ഇനി അടുത്ത പരിപാടി ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഞാൻ എവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഗോയ്ബിബോ ത്രൂ ആദ്യം ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാല് ഗോയ്ബിബോ ത്രൂ ഞാൻ നോക്കിയ സമയത്ത് എല്ലാ ഹോട്ടൽസും അത്യാവശ്യം നല്ലതായിട്ടുള്ള എല്ലാ ഹോട്ടൽസും ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. ഗൈഡ് പറഞ്ഞത് ഹെവി സ്നോഫോൾ ഒക്കെ കഴിഞ്ഞ് സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആളുകളൊക്കെ നന്നായിട്ട് വരുന്ന സമയമായതുകൊണ്ടാണ് ഇത്ര ക്രൗഡഡ് ആയതും അതുപോലെ തന്നെ ബുക്കിംഗ് കിട്ടാൻ ഇത്ര പാടും അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഗൈഡും കൂടെ ഏകദേശം ഒരു 10 ഹോട്ടലിന്റെ മേലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി ഇറങ്ങി. ചോദിക്കുന്ന എല്ലാം ഫുള്ളാണ്. അവസാനം ഞാൻ എൻ്റെ ഈ ലഗേജും താങ്ങി പിടിച്ച് നടന്ന് ഞാൻ ടയർഡായത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ അവൻ പോയ സമയത്ത് ഞാൻ ഈ നല്ല ഭംഗിയുള്ള മഞ്ഞിന്റെ ഫോട്ടോസും വീഡിയോസും എടുത്തിരിക്കുന്ന സമയത്ത് അവന്റെ കോൾ വന്നു, സാർ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. അങ്ങനെ ഹോട്ടലിലെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് ഞാൻ റൂമിൽ ഒന്ന് ലഗേജ് ഒക്കെ വെച്ച് എന്റെ റൂമിലെ വിൻഡോ തുറന്നു നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടലിലെ അസാധ്യ വ്യൂ ആണ്. ആ ഹോട്ടലിന്റെ റൂഫിൽ മൂടിയ മഞ്ഞ് മുഴുവനും മെൽറ്റ് ആയിട്ട് താഴേക്ക് ഒഴുകി വരുമ്പോൾ അതിങ്ങനെ സ്പൈക്കായി നിൽക്കുന്ന സംഗതി കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ കണ്ണെത്താത്ത അത്രയും ദൂരം മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു. അപ്പൊ ആ എക്സൈറ്റ്മെന്റിലേക്ക് ഞാനിതിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ഈ ഒരു വ്യക്തി, ഇയാൾ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇവനെന്താണ് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്ന ആൾക്കാരെ പോലെ എന്നുള്ളൊരു നോട്ടം. പാവം പട്ടിക്ക് അറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ടാണെന്നുള്ളത്. അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് അവസാനം തണുപ്പ് കൂടുകയാണെന്ന് തോന്നിയപ്പോൾ തിരിച്ച് ഹോട്ടലിൽ തന്നെ വന്നു. അപ്പോൾ ഹോട്ടലിന്റെ പുറത്ത് തന്നെ നല്ല തൊടാതെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐസിന്റെ കൂനെങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് വൃത്തിയേടാക്കാൻ ചെറിയൊരു ആഗ്രഹം. സംഗതി ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടും നല്ല രസമായിട്ടും തോന്നിയെങ്കിലും പിന്നെയാണ് അതിന്റെ ഒരു പ്രശ്നം മനസ്സിലായത്. കാലങ്ങോട്ട് നന്നായിട്ട് നീര് വെച്ച് പിന്നെ ഒരു രക്ഷയില്ല. മസിൽ കയറലായി, കാലൊരു നീറ്റലായി, അവസാനം കാങ്ക്രി വെച്ച് ചൂട് പിടിച്ചിട്ടാണ് കാലൊന്ന് റെഡിയായത്. അങ്ങനെ ആ സങ്കടത്തിലിരിക്കുമ്പോഴാണ് പുറത്ത് ഡോറിൽ വന്ന് മുട്ടിയിട്ട് സർ ഫുഡ് റെഡിയാണെന്ന് പറഞ്ഞത്. ഈ -6 ഡിഗ്രിയിൽ പുറത്തെവിടെയും ഫുഡിന് വേണ്ടി തെണ്ടി തിരിയാൻ പറ്റാത്ത കാരണം ഞാൻ അവരുടെ അടുത്ത് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വൈറ്റ് റൈസ്, അതിന്റെ കൂടെ ഗ്രീൻ പീസും മഷ്റൂമും ഉള്ള ഒരു ഗ്രേവി, അതുപോലെ കിഡ്നി ബീൻസിന്റെ ഒരു കറിയും ചിക്കൻ കറിയും പിന്നെ കേടും. ഇതായിരുന്നു ഡിന്നർ. ഡിന്നറൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ 8 മണിയായപ്പോഴേക്ക് ഗൈഡിന്റെ കോൾ വന്നു. അവൻ പറഞ്ഞു, സർ ഇവിടെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗുൽമർഗിലെ ഗണ്ടോലയാണ്, അതുപോലെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ചില വ്യൂ പോയിന്റ്സ് ഉണ്ട്, അതും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്, നമുക്ക് ഒന്നെങ്കിൽ ഒരു ATV എടുത്തിട്ട് പോവാം അല്ലെങ്കിൽ സ്ലെഡ്ജിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ATV എന്തായാലും പല സ്ഥലത്തുനിന്നും എക്സ്പ്ലോർ ചെയ്യും അതുപോലെ റൈഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സംഗതിയാണ്. സ്ലെഡ്ജിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആള് പോയിട്ട് സ്ലെഡ്ജിൽ പോകാൻ വേണ്ടിയിട്ട് ഒരാളെ കൂട്ടിയിട്ട് വന്നു. എന്തായാലും ഇനി കുറച്ചു നേരം ഈ സ്ലെഡ്ജിൽ സുഖിച്ചിരുന്ന് രാജാവിന് പോലെ ആവാ യാത്ര എന്ന് വിചാരിച്ചു. 18 hole golf course. एशिया में नंबर 1 पे आता है, ठीक है ना सर? Number 1 in Asia. 8000 फुट सी लेवल से ऊपर है। 8000. जी सर, सी लेवल से 8,000 ऊपर feet. 8000 फुट।
तरह से ये पूरा 18 होल गोल्फ कोर्स है। ये हमारा फर्स्ट कोर्स Okay. कैथोलिक चर्च है, 120 साल पुराना है ये। 120. हाँ, फिल्म दिल क्या करे अजय देवगन और काजोल हाँ हाँ हाँ. जी, वो यहाँ जो चर्च के पीछे छुप जाता है, ये चर्च Okay. वही है। Okay. वो जो उस साइड में वो सिंगल पेड़ है, हाँ हाँ. जब तक है जान जिया जिया जब रे तक जिया हाँ, जी, उसका शूटिंग यहाँ पे हुआ। ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ലെഡ്ജിൽ നമ്മൾ ഇനി കാണുന്ന ഗണ്ടോല വരെയാണ് അവർ നമ്മളെ കൊണ്ടുപോകുക. അതിന് അവർ സീസൺ സമയത്താണെങ്കിൽ കൂടുതലും ചാർജ് ചെയ്യുക 2500 എന്നുള്ള രീതിയിലാണ്. ഞാനത് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 1700 എന്നുള്ള രീതിയിൽ എത്തിച്ചു. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്ലോപ്പ് വന്നപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഇനി കുറച്ച് ദൂരം ഞാൻ തന്നെ പോയി നോക്കാന്നുള്ളത്. അതെന്തായാലും നല്ലൊരു സംഗതിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളൊക്കെ ചെറുതാകുമ്പോൾ ഒരു പക്ഷേ പാളയിൽ ഇരുന്ന് സ്ലൈഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടാവും. എനിക്ക് ഈ സമയത്ത് അതാ ഓർമ്മ വന്നത്. ഇങ്ങനെ പോകുന്ന വഴിയിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് കരുതി ഇതിന് അവർ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ അവിടുന്ന് ഗണ്ടോലയിൽ വരുന്ന വഴിയിൽ ഇടയിലുള്ളതാണ് ഐസ് സ്കേറ്റിംഗിന്റെ ഒരു ആക്ടിവിറ്റി. അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ മുകളിൽ സ്ക്രീനിൽ കൊടുക്കാം. അതിന്റെ ചാർജ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ്സിന് 1200 എന്നുള്ള രീതിയിലാണ് അവർ ചാർജ് ചെയ്യുക. അതുപോലെ 1999 റിലീസായ അമീർ ഖാന്റെ മനീഷ കൊയ്രാലയുടെയും മൻ എന്ന് പറഞ്ഞുള്ള മൂവി അത് ഈ ഹോട്ടലിലും അതിന്റെ തൊട്ടടുത്തുള്ള പൈൻ ഫോറസ്റ്റിലൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഗൈഡ് പറഞ്ഞത്. അങ്ങനെ കുറെ നേരം മഞ്ഞിലൂടെയുള്ള സ്ലെഡ്ജിലെ റൈഡൊക്കെ കഴിഞ്ഞ് ഞാനും സ്ലെഡ്ജിന്റെ ആളും കൂടെ ഗുൽമർഗ് ഗൊണ്ടോലയുടെ ബേസിലെത്തി. എന്റെ ഗൈഡ് എന്റെ അടുത്ത് പറഞ്ഞത് സാർ ഗൊണ്ടോല റൈഡിന്റെ അവിടെ എത്തുമ്പോഴേക്ക് ഭയങ്കര ക്രൗഡ് ആവും, അപ്പൊ ടിക്കറ്റ് കിട്ടാൻ ലേറ്റ് ആവും. ഞാൻ പോയിട്ട് സാർ അവിടെ എത്തുമ്പോഴേക്ക് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സ്ലെഡ്ജിൽ പോയി ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് ആൾ എനിക്കും അവനും പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഗുൽമർഗിലെ കേബിൾ കാറിന് 2 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ഗുൽമർഗിലെ ബേസിൽ നിന്ന് കോങ്ദൂരി എന്ന് പറഞ്ഞ ഫേസ് 1 വരെ, പിന്നെ ഫേസ് 1 നിന്ന് ഫേസ് 2 വരെ, അതായത് കോങ്ദൂരി തൊട്ടിട്ട് മൗണ്ട് അഫർവാത്ത് എന്ന് പറഞ്ഞ ഫേസ് 2. ഇത് രണ്ടുമാണ് ഗുൽമർഗിലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ. ഇവിടെ കേബിൾ കാറിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് ഫേസ് വരെ പോയി തിരിച്ചു വരികയാണെങ്കിൽ 810 അതേ സ്ഥാനത്ത് സെക്കൻഡ് ഫേസ് വരെ പോയാണ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ 1010 ആണ്. മോർണിംഗ് 9 o'clock തൊട്ടിട്ട് 3:30 വരെയാണ് ഗൊണ്ടോളയുടെ ടൈമിംഗ്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉള്ള കാരണം തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കാത്തു നിന്ന് അവസാനം എന്റെ ടേൺ എത്തി. ഒരു കാറിന്റെ അകത്ത് 6 പേർക്ക് വരെ പോവാ എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മാക്സിമം 3 പേര് അല്ലെങ്കിൽ 4 പേര് മാത്രമേ ഒരു കാറിന്റെ അകത്ത് അവർ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തതും. ചില കാര്യത്തിൽ പറയാറില്ല ഇറ്റ്സ് വർത്ത് വെയിറ്റിംഗ് എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ആ സംഗതി വളരെ ശരിയാണെന്നുള്ളത് എനിക്ക് ഈ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സിലായി. കേബിൾ കാർ മുകളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് താഴെ നല്ലൊരു ഗ്രാമം കണ്ടത്. ഞാൻ ആദ്യം കരുതിയത് ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഈ കേബിൾ കാറിൽ പോകുമ്പോഴാണ് മനസ്സിലായത് ഇത് സത്യത്തിൽ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. അതിന്റെ മേളിലൂടെയാണ് ഈ ഒരു കേബിൾ കാർ പോകുന്നുള്ള സത്യം അപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും വല്ലാത്ത ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒരു സെക്കൻഡ് പോലും കണ്ണ് ചിമ്മാതെ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ നോക്കി നിന്നു പോകും. ഈ കേബിൾ കാർ ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ ദൂരെ കാണുന്ന വെള്ളം മൂടിക്കിടക്കുന്ന മലകളാണ് കാശ്മീരിലെ മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സോനമർഗും അതുപോലെ പെഹൽഗാമും. ആ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. അതേ സ്ഥാനത്ത് നമ്മുടെ നേരെ ബാക്കിൽ ഈ ഭാഗത്ത് വരുന്ന മലകളുടെ തൊട്ടപ്പുറത്താണ് പാകിസ്ഥാൻ. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കോങ്ദോരി പറഞ്ഞിട്ടുള്ള ഫേസ് 1 ആണ്. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ ആ കാണുന്ന മലകളാണ് ഞാൻ പറഞ്ഞ പെഹൽഗാമും സോൻമർഗും ഒക്കെ വരുന്ന ഏരിയ. സംഗതി നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആ മലകൾ വളരെ അടുത്തായി തോന്നുമെങ്കിലും ഏകദേശം 100-150 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അതുവരെ. കാര്യം വേറെ ഒന്നുമല്ല, ആ മലകളുടെ ഹൈറ്റ് കാരണം അതുപോലെ അതിൽ മുഴുവനും മഞ്ഞ് മൂടിയിട്ട് അത് സൂര്യൻ തട്ടിയിട്ട് ബ്രൈറ്റ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്കത് അടുത്തായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതാ ഈ കാണുന്ന ഈ മലകൾ കയറി ഇറങ്ങിയ പിന്നെ പാകിസ്ഥാനാണ്. ഇവിടെ ലെഫ്റ്റ് കോർണറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് മൗണ്ട് അഫർവാത്ത് എന്ന് പറഞ്ഞുള്ള ഫേസ് 2. മൗണ്ട് അഫർവാത്തിന്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ഹവേലി ആസാദ് കശ്മീരും അതുപോലെ ഫർവത് കഹൂത്ത എന്ന് പറഞ്ഞ വില്ലേജ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയിൽ അത്യാവശ്യം കുരുത്തക്കേടുള്ള നല്ല പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നാവും. പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പിള്ളേരെങ്ങനെ അവിടെ വല്ല കല്ലോ മറ്റോ എടുത്തെറിഞ്ഞാൽ അതൊരു പക്ഷെ പോയി വീഴും പാകിസ്ഥാനിലാവും. അവന്മാരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു യുദ്ധം തുടങ്ങാൻ അത് മതി. എനിക്ക് ഫേസ് 2 വരെ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ ഗൈഡ് എന്നെ നന്നായിട്ടൊന്ന് പറ്റിച്ചു. അവന്റെ അടുത്ത് ഞാൻ ഫേസ് 2 വരെ പോകാനുള്ള ടിക്കറ്റിന്റെ ക്യാഷോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ പോയി ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ ഞാൻ കരുതിയത് അതിൽ 2 ടിക്കറ്റും ഉണ്ടാവും എന്നുള്ളതാ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അവൻ എടുത്തു വന്നത് ഫേസ് 1ലേക്ക് മാത്രമുള്ള ടിക്കറ്റ് ആണെന്നുള്ള കാര്യം. ഞാനത് അവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയാം അവിടെ ഫേസ് 2 പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല, അവിടെ ആ ഒരു മലകളുടെ വ്യൂ കാണാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ആക്ടിവിറ്റി എല്ലാം ഉള്ളത് ഫേസ് 1ലാണെന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ കൺവിൻസ് ചെയ്ത്. അവന്റെ അടുത്ത് പിന്നെ ഞാൻ എന്ത് പറയാനാ. എന്തായാലും നിങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗൈഡിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ സൂക്ഷിക്കുന്നത് നന്നാവും. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അതുപോലെ ഒരുപാട് പേര് ഫേസ് 2 സ്നോ സ്കേറ്റിംഗ് ചെയ്ത് താഴേക്ക് വരുന്ന വ്യൂ അതൊക്കെ നല്ല രസമുള്ള ഒരു സംഗതിയായിരുന്നു. അതൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് അവിടുന്ന് വീണ്ടും നമ്മുടെ ബേസിലേക്ക് തന്നെ തിരിച്ചു പോന്നു.
അങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നു വരുന്ന വഴിയിലാണ് ഗൈഡ് പറഞ്ഞത് ഇവിടെ പോകുന്ന വഴിയിൽ ഒരു ഇഗ്ലു ഉണ്ട്, നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോവാന്ന്. പണ്ട് സ്കൂളിൽ I4 ഇഗ്ലു എന്ന് പഠിച്ച സമയത്ത് ഇതൊന്ന് നേരിട്ട് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ അതും കണ്ട് അവിടുന്ന് 2 ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ നമ്മളെ സ്ലഡ്ജുമായിട്ട് ആളെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കയറ്റായത് കണ്ടപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നടന്നു വന്നോളാം, നിങ്ങൾ അവിടെ എത്തിയാൽ മതിയെന്ന്. അങ്ങനെ അവരുടെ അടുത്തും ഗുൽമർഗിനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ശ്രീനഗറിലേക്ക് മടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കാശ്മീരിൽ നന്നായിട്ട് ആസ്വദിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരെ സ്നേഹമൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ തിരിച്ച് ഹൈദരാബാദിലേക്ക് തന്നെ പോവാണ്. ഞാൻ നാളെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഇനി ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റുഹേൽ. അവൻ പറഞ്ഞു നീ എന്തായാലും ശ്രീനഗറിൽ എത്തുമ്പോഴേക്ക് ഞാൻ അവിടെ എത്താം, നമുക്ക് എന്തായാലും ഡിന്നർ ഒരുമിച്ചാക്കാന്നുള്ളത്. ഇവിടുന്ന് തിരിച്ച് ശ്രീനഗറിലേക്ക് ഒരു 10-60 കിലോമീറ്റർ ഉണ്ടാവണം. അതിന് ഈ ടാക്സി എന്റെ അടുത്ത് ചാർജ് ചെയ്തത് 3000 റുപ്പീസ് ആണ്. ഡ്രൈവറെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് നമ്മുടെ ഗൈഡ്. ആൾ എവിടുന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടെന്നാണ് ഈ ടാക്സി. അതുപോലെ നുസ്രത്തിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഗുൽമർഗ് വരുന്ന സമയത്ത് ഡ്രൈവർ ഹുസൈൻ ഭായ് ആൾ എന്റെ അടുത്ത് ചാർജ് ചെയ്തത് 3500 ആണ്. നുസ്രത്തിന്റെ വീട്ടിൽ നിന്ന് ഗുൽമർഗ് വരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറൌണ്ട് ഒരു 80-85 കിലോമീറ്റർ ആണ് അവിടുന്ന് ഇതുവരെയുള്ള ദൂരം. നുസ്രത്തിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഗതി ഓർമ്മ വന്നത്. അവളുടെ വീട്ടിൽ നിന്ന് എന്നെ യാത്ര അയക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ബ്ലാക്ക് കളർ അർമാനി എക്സ്ചേഞ്ചിന്റെ ഒരു ജാക്കറ്റ് ഇട്ട ഒരാളുണ്ടായിരുന്നു. വേറെ ആരുമല്ല, അവളുടെ ഉപ്പയാണ് ആള്. ഒരു വല്ലാത്ത മനുഷ്യനാണ്. ഞാൻ അവിടുന്ന് പോന്ന് തിരിച്ച് ശ്രീനഗർ എത്തുന്നവരെ ഈ 2 ദിവസം 1 മണിക്കൂർ ഗ്യാപ്പിൽ ആളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബേട്ടാ എന്തായി, എവിടെ എത്തി, കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, യാത്രയ്ക്ക് കുഴപ്പമില്ലല്ലോ, സുഖമല്ലേ എന്നും പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ആളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കോളുകളും മെസ്സേജും ഞാൻ ഹൈദരാബാദ് എത്തുന്നവരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്താ പറയാ, സച്ച് എ പ്യോർ ജെം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആളെ. ഗുൽമർഗിൽ ഒരുപാട് നല്ല മെമ്മറീസും അതുപോലെ ഒരുപാട് നല്ല കാഴ്ചകളും കണ്ട് മടങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. 2021 രാംബാഗിന് നടക്കിയ വലിയൊരു സംഭവമായിരുന്നു അത്. കുറച്ച് കോളേജ് പിള്ളേർ അവരുടെ ഹോസ്റ്റലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഇവിടെ വെച്ചിട്ട് ജമ്മു കാശ്മീർ പോലീസ് 3 പിള്ളേരെ വെടിവെച്ച് കൊന്നു. അവരുടെ പ്രായം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒരാൾക്ക് 25 വയസ്സ്, ഒരാൾക്ക് 22 വയസ്സ്, ഒരു പയ്യന് വെറും 16 വയസ്സ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ലോകം മുഴുവൻ ഭയങ്കരമായിട്ട് മീഡിയ ശ്രദ്ധ നേടിയ ഒരു സംഗതിയായിരുന്നു അത്. ഇനി അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് ഓരോ പ്രശ്നത്തിൽ പോയി ചാടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അങ്ങനെ രാത്രിയോട് കൂടിയിട്ട് ഞാൻ തിരിച്ച് ശ്രീനഗറിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ റെസ്റ്റോറന്റ് അഹ്ദൂസിൽ നുസ്രത്തും റുഹൈലും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നേരെ അവരുടെ അടുത്തേക്കാണ്. റുഹൈൽ മാത്രം വരിക എന്നുള്ളതായിരുന്നു പ്ലാന്. റുഹൈൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ റുഹൈലിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് നുസ്രത്തും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 2 പേരും കൂടെ ഒരുമിച്ച് പോകുന്നു. എനിക്ക് ഇവിടുത്തെ ഡിഷസ് ഒന്നും അറിയാത്തതുകൊണ്ട് 2 പേരും കാര്യമായിട്ട് എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട്. മട്ടന്റെ നല്ല സ്പൈസി ആയിട്ടുള്ള റോഗൻ ജോഷ്, വൈറ്റ് റൈസ്, പിന്നെ കുറച്ച് സൂപ്പ്. ഇതാണ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചത്. അതും കഴിച്ച് അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഞാൻ നേരെ തിരിച്ച് എന്റെ ഹോട്ടലിലേക്ക് പോകുന്നു. നാളെ വൈകുന്നേരമാണ് എനിക്ക് തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. അങ്ങനെ ഹോട്ടലിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലാൽ ചോക്കിലേക്ക് നടക്കുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളും വിൽക്കാൻ വേണ്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉമ്മ കൂടെ ഇല്ലാത്തതിൽ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞ ഏക സന്ദർഭം അത് ഇതാവും. വേറൊന്നും കൊണ്ടല്ല, ഉമ്മ എങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലൊരൊറ്റ ചെടിയില്ലാതെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഇയാളുടെ ഫ്രണ്ടിൽ ഒരു കൂട്ടം. ആളുടെ അടുത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു കാശ്മീരി മസാല റൊട്ടിയാണെന്നുള്ളത്. ഇത്രയധികം ആൾക്കാർ വാങ്ങി കഴിക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആകാംക്ഷ. അതിലയാൾ ഫില്ല് ചെയ്യുന്ന സംഗതി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കോൾസ്ലോ പോലത്തെ ഒരു സംഗതി, പിന്നെ അതുപോലെ മാഷ് ചെയ്തിട്ടുള്ള ചിക്പി, ഇതെല്ലാം റൊട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് തരും. സംഗതി വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് എന്തോ ഇഷ്ടമായിട്ടില്ല. അത് കഴിഞ്ഞ് ഷോപ്പിംഗ് തീർത്ത് ഞാൻ തിരിച്ച് ഹോട്ടലെത്തിയപ്പോഴേക്ക് എനിക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള ക്യാബ് എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീനഗറിലെ പ്രതാപ് പാർക്കിന്റെ അടുത്തുള്ള ലാൽ ചൗക്കിലാണ് ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത്. മുന്നുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ ആ മാർക്കറ്റ് വ്യക്തമായിട്ട് കാണിച്ച കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. എന്റെ ധാരണയിൽ ശ്രീനഗർ അല്ലെങ്കിൽ കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ടൗൺ ആവുന്നുള്ളതായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയുമായിരുന്നെങ്കിലും ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ബിൽഡിങ്ങും അതുപോലെ വീടുകളൊക്കെ കണ്ടാൽ എല്ലാം ഒരു യൂറോപ്യൻ ടച്ചാണ്. പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ കപ്പിൾസ് ആയിട്ട് 2 പേര്, 4 പേര്, 6 പേര്, ഇനി കപ്പിൾസ് അല്ലാതെ നിങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഒരു പാക്കേജ് എടുത്ത് വരുന്നതാവും. നിങ്ങളൊരു വലിയ ഗ്രൂപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാവും. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് കാശ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിൽ പല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസസ് അധികം വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നാവും. ഭംഗിയുള്ള ഈ കാഴ്ചകൾ കണ്ടു പോകുന്നതിന്റെ ഇടയിലാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നത് ശ്രദ്ധിച്ചത്. പോകുന്ന വഴിയിൽ ഡ്രൈവർ അയാൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അപ്പോഴാണ് സംഗതി മനസ്സിലായത് മഴ പെയ്യുന്നതല്ല, അതിന്റെ കൂടെ സ്നോഫോളും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. ആ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിലുള്ള സ്നോഫോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആവും. എന്റെ ഭാഗ്യത്തിന് ഞാൻ പോരുന്നവരെ വലിയൊരു സ്നോഫോൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഹൈദരാബാദ് എത്തിയ സമയത്ത് തന്നെ നുസ്രത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ബഹീഷ്, നീ രക്ഷപ്പെട്ടതാണ്, നിനക്ക് നല്ല ഭാഗ്യമുണ്ട്, രാത്രി മുഴുവൻ നല്ല സ്നോഫോൾ ആയിരുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അയച്ചു തന്നു. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മളെ കാശ്മീരിലെ വിശേഷങ്ങൾ. ഇതോട് കൂടിയിട്ട് നമ്മുടെ കാശ്മീരി സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. സോ സീ യു അഗൈൻ വിത്ത് എ വണ്ടർഫുൾ വീഡിയോ. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.